ദേവി എന്നോടും അപേക്ഷ വെച്ചതല്ലേ. ആയത് പ്രകാരം ആ ഉണ്ണി സന്താനത്തിന്റെ അരികിലേക്ക് തേടി വന്നൊരു കാര്യമില്ല. ആ ഉണ്ണി സന്താനത്തിന് വിളിച്ചു കൊണ്ടുവന്ന ഭാഗ്യല്ലേ. ഉണ്ണി ചോദിച്ചതല്ല, ഉണ്ണിയുടെ കയ്യിലേക്ക് കൊണ്ടുവന്നതല്ലേ അല്ലേ. അപ്പോ അത് ഞാനല്ല നോക്കണം. ആ ഉണ്ണി എന്തിനാ അതൊക്കെ ഉണ്ണിയോട് ചിന്തിക്കാൻ പറഞ്ഞ? ഉണ്ണിയുടെ ഇല്ലത്ത് എന്റെ വെള്ളരിക്കുറവൻ മുത്തും നാടൻ കുലവൻ നായടിയും എന്റെ പുറത്തെയും അതുകൂടാക്കണ്ട് നീ എഴുതി കൊടുത്ത സ്തോത്രങ്ങളും മന്ത്രങ്ങളും ഉച്ചാരണങ്ങളും എന്റെ ഏട്ടന്റെയും കൈവശത്താക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ ഏട്ടൻ വലം തുടയില് വലം കൈയില് ഉണ്ണിക്ക് വെട്ടിവിളയാടി എന്റെ ഏട്ടനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഉണ്ണിയുടെ ഇടം വലത്ത് നിൽക്കണ്ടെങ്കിൽ അതുപോലെ തന്നെ ആ ഉണ്ണി സന്താനം നിസ്സാരക്കാരന്റെ കോമരക്കാരല്ല, ഭദ്രന്റെ അങ്ങേരെ തട്ടണമെങ്കിൽ എന്റെ അച്ഛന് വരെ പറ്റില്ല. അച്ഛന്റെ തൃച്ചടയെന്ന് പിറന്ന എന്റെ കാളി തൃക്കണ്ണിന്ന് പിറന്ന അപ്പൊ ചെട പൊട്ടി ജനിച്ച ആ 32 നൃത്തർ 64 കൈയുള്ള അങ്ങേര് കൂടെ നിൽക്കുമ്പോ ആ ഉണ്ണി സന്താനത്തിന് ദശാന്തി സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ വന്നപ്പോ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ച് അതിന്റെ അപ്പുറത്ത് തീർന്നു. 2-3 ഉണ്ണികൾ കാവലായി നിൽക്കുമ്പോ ആ ഉണ്ണിനെ തൊടാൻ പറ്റില്ല. ഉണ്ണി തൊടുന്നവന്റെ കൈ കൊണ്ടുണ്ണിയെ മനസ്സിലായില്ല. നീ ആ ഉണ്ണിയോട് പറഞ്ഞു അതൊക്കെ തീർന്നു ഉണ്ണിയെ, ഇനി അതിനെ കുറിച്ചൊന്നും ആവലാതിപ്പെടണ്ട, മനസ്സിലായില്ല. അതും അതിന്റെ അപ്പുറത്തും പോയി. അതിനുള്ള പണി ഞാൻ കൊടുത്തേക്കാം, മനസ്സിലായില്ല. അത് കൊടുത്തേക്കാന്ന് എന്റെ ഏട്ടൻ നോക്കി നിൽക്കണം. എന്തിനാ? എന്റെ ഏട്ടനൊരു ചിന്തയുണ്ട്, ഒരു നിശ്ചയമുണ്ട്, മനസ്സിലായില്ല. എവിടെ വരെ ഓടുന്നു? ഞാൻ കുറെ ഓടിക്കും. അത് കഴിയുമ്പോ ഞാൻ എവിടെങ്കിലും നിൽക്കുമ്പോൾ നിൽക്കട്ടെ ഏട്ടൻ അങ്ങനെയാണ്. ഓടിച്ചു ചെന്ന് കത്തിക്കല, പിന്നെ അവിടെ ഒന്നും മുളച്ചു കൊന്നില്ല, മനസ്സിലാവുണ്ട ഉണ്ണിക്ക്. അപ്പൊ നീ അതിനെ കുറിച്ച് ആവലാതിപ്പെടണ്ട, ഉണ്ണിയോട് ഇറങ്ങിക്കോളാൻ പറയും. എന്റെ ഏട്ടനും ഞാനും ഭദ്രനും ഒപ്പം അതല്ലേ പറഞ്ഞ തേടിക്കൊണ്ടു കൊടുത്തതല്ല എന്റെ ഏട്ടൻ, മനസ്സിലായില്ല. ഞാൻ പോലും അറിയാതെ കണ്ട എന്റെ ഏട്ടൻ ഉള്ളം കയ്യിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങേരുടെ ആ തീക്കുടുക്ക കയ്യിലിരിക്കും പോലെ ഉള്ളം കയ്യിൽ ആ ഉണ്ണിക്ക് അത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നോക്കാനും പരിപാലിക്കാനും എന്നെക്കാളും മുൻപന്തിൽ എന്റെ ഏട്ടനറിയാം. അതിന് കാവലായിട്ട് ആരൊക്കെ നിൽക്കണമെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടെന്നേ. നീ പൊക്കോ.